ശശിയെ വിളിച്ചിട്ടാ? ഞാൻ വിളിച്ചോന്നേ. എവിടെ നിന്നിട്ട്? ഇനി താങ്ങില്ല. ആഹാ, ഇപ്പഴാ പറഞ്ഞേ? അത് പിന്നെ സ്വഭാവം മറക്കോ? ഉണ്ണാൻ വിളിക്കുമ്പോഴാണല്ലോ പണിത്തിരക്ക്. അതൊരാപ്പാണല്ലോ. ഇവളാണൊരു കാന്താരി തന്നെയാണ് കേട്ടോ. ദേ, ഇവളും അവളെ എടിയെന്നൊക്കെ വിളിക്കാനേ വീട്ടിൽ നിന്ന് സ്വന്തം മോളെ കൊണ്ട് നിർത്തണം. കൊച്ചമ്പ്രാട്ടിന്ന് വിളിക്കണോന്ന് അമ്മാവാ പൂതി. കൊച്ചമ്പ്രാട്ടിയെ അടിയിൽ ഇത്തിരി ചോറ്. അടിയാളർക്കൊക്കെ പുറത്താ സീറ്റ്. അപ്പൊ നമ്മൾ രണ്ടാളും പുറത്തിരിക്കേണ്ടി വരും. എന്തൊരു തമാശ. ഞങ്ങളുടെ നാട്ടില് വീട്ടുവേലയ്ക്ക് നല്ല അടക്കം ഒതുക്കമുള്ള പണി അറിയാവുന്ന പെമ്പിള്ളേരെ നിർത്തും. ഇത് കണ്ട അമ്മാവാ ഒരു മുരിങ്ങക്കായന്റെ നീളം. അയ്യോ, ഇതെന്താ കൊടിമരോ? അളവ് നോക്കി മുറിക്കാൻ ഇവിടെ മുഴക്കോലൊന്നുമില്ല. അത് ഞങ്ങൾ ആശാരിമാരുടെ കയ്യിലുണ്ട്. പക്ഷെ അളക്കാൻ മാത്രമല്ല, നല്ല പടപടയ്ക്കാനും പറ്റും. അതിന് നല്ല വള്ളിച്ചോറിലാടാ നല്ലത്. വള്ളിച്ചോറിലും കൊണ്ടിങ്ങോട്ട് വാ, മോന്തിട്ട് ഷേപ്പ് മാറ്റും. മിണ്ടായിരിക്കടി. അപ്പൊ അയാൾ പറയണതോ? പപ്പേച്ചിയുടെ മുമ്പിൽ ചിത്രമൊക്കെ പറഞ്ഞിട്ടും എന്താ അയാളോട് പറയാത്ത? അരിയും തിന്ന് ആശാരിച്ചും കടിച്ചു. പിന്നെ പട്ടിക്കന്നെ മുറുറുപ്പ്. കയ്യിലിരിക്കുന്നുണ്ടോ പത്മേച്ചി? കുറച്ചേ ഉണ്ടാവുള്ളൂ. ഉള്ളതാ, പാലക്കാട്ടിൽ നിന്ന് അമ്മാമ്മ വന്നിട്ടുണ്ട്. വെള്ളം കുടിക്കാൻ എല്ലാരും ഉണ്ടോ? അമ്മായി മക്കളൊന്നും വന്നിട്ടില്ല. അമ്മമ്മ ഗുരുവായൂർ കച്ചേരി കഴിഞ്ഞ് വരുന്ന വഴിയാ. നന്നായേ ഉള്ളൂ. അമ്മാമ്മ പറഞ്ഞു കേട്ടോ, അറിയാന്ന് കാണണെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ ഒന്നും കഴിച്ചില്ലല്ലോ. ഇന്ന് ചിലരുടെ കണ്ട് വിളിച്ചിട്ടാവും. വരില്ലെന്നറിയാം. എന്നാലും അമ്മമ്മ കാണുമെന്ന് പറഞ്ഞപ്പോ അയാളുടെ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു. തനിക്കുറുക്കൻ. നീ വെറുതെ ആളോടെ വട്ടുപിടിപ്പിക്കണ്ട. എന്തെങ്കിലും നുണയൊക്കെ പറഞ്ഞ് ജീവിക്കണവര് ജീവിക്കട്ടെ. ആ അതെ തിരുമേനി, ഉറങ്ങിയാൽ ശരിയാവില്ല കേട്ടോ. പോണം. ഏയ് ഉറങ്ങണില്ല, ഊണ് കഴിഞ്ഞൊന്ന് കിടക്കും, അത്രേ ഉള്ളൂ. കാണാൻ ഒരാള് വന്നിരിക്കണു. ആരാ? ഒരാശാരിച്ചക്കൻ. വരാൻ പറയൂ. ഓ, ഇങ്ങോട്ടോ? ഇങ്ങോട്ടൊന്നും കയറ്റണ്ട. ഏട്ടന് അങ്ങോട്ടേ അല്ലോ. എടാ നീ എന്താടാ ഇത്? നീ ബോംബയ്ക്ക് പോകുന്നല്ലോ ഞാൻ അറിഞ്ഞത്. പോയില്ല. ശശികുമാർന്ന് കേട്ടപ്പോ എനിക്ക് മനസ്സിലായില്ല. അത് ഗാനമേളക്കൊക്കെ പോകുമ്പോ ഒരു സ്റ്റൈലിന്. ശശിധരൻ എന്ന പേരിന് സ്റ്റൈൽ കുറവെന്ന് ആരാ പറഞ്ഞത് തന്നോട്? മഹാനിഷേധിയാ നീ. സിനിമാക്കാരുടെ പുറകെ നടന്ന് പഠിപ്പ് വലിച്ചു. ഹിന്ദുസ്ഥാന് പഠിക്കാൻ ബോംബെക്ക് പോയി എന്നറിയപ്പോ ആയിക്കോട്ടെ, അങ്ങനെയെങ്കിലും നന്നാവണമെങ്കിൽ നന്നാവട്ടെ എന്ന് വെച്ചു. എവിടെ? ദേ മരപ്പണി നടക്കുന്നു. വിവരം കെട്ടവൻ. ലീലേ, നിങ്ങൾ പരിഹസിച്ചില്ലേ അവനെ? പരിഹസിക്കല്ല വേണ്ടത്, അടിയാ കൊടുക്കേണ്ടത്. ഈശ്വരൻ മനസ്സറിഞ്ഞ് വരദാനായിട്ട് കൊടുത്ത ശബ്ദം ഒരു വിലയില്ലാണ്ട് നശിപ്പിക്കണം മരമണ്ടൻ. വാടാ, ഇങ്ങോട്ട് കരുവാ. വേണ്ട സാർ, പണിസ്ഥലത്ത് പറഞ്ഞതാ. വേർപ്പാ, കുളിച്ചിട്ടില്ല. പിന്നെ വേണ്ട, അങ്ങോട്ട് കയറുന്നില്ല. അത് ശരിയാവില്ല. പണി ഉണ്ടാവും അവിടെ. സംസാരിച്ചു കഴിഞ്ഞെങ്കിൽ പോയിക്കോട്ടെ ഏട്ടാ. കണ്ടിട്ട് ഇവനെ വെറുതെ വിടാനോ? അത് കൊള്ളാം. കോളേജിൽ പഠിച്ചുപോയ ധാരാളം കുട്ടികളുണ്ട്, മിടുക്കന്മാരും അല്ലാത്തവരൊക്കെ ഉണ്ട്. സിനിമാ പാട്ടിന്റെ അസ്കയുണ്ടെങ്കിലും 5-8 കൊല്ലത്തിനിടയ്ക്ക് ഇവന്റെ പോലെ ഇത്രയും ശ്രുതിശുദ്ധമായൊരു ശബ്ദം എന്റെ ഓർമ്മയില്ല. കേൾക്കണ്ട നിനക്ക്? ഓ, എന്ത് കേൾക്കാൻ? ഇവിടെ അകത്തേക്ക് കയറണമെന്നും മൂപ്പർക്ക് ഇഷ്ടാവില്ല. നിനക്കിഷ്ടമല്ലാന്ന് പറയൂ. സംഗീതത്തിന് എന്താടി അയിത്തം? സംഗീതത്തിന് അയിത്തം കൽപ്പിക്കണം നീ. ഈശ്വരനും അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തുന്ന കരുതണ്ടേ? വേണുനാഥ് എവിടുന്നാ ഉണ്ടാവണമെന്നറിയോ? ഈറക്കൊല്ലിന്ന താൻ ഇങ്ങോട്ട് വരിക. അല്ല, പാടോ. പാലെപ്പിടി തിളച്ചു പോയല്ലോടി. നീ ഇവിടെ എന്തെടുക്കായിരുന്നു? നിനക്ക് എന്താടി പറ്റിയേ? 2 ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു, എല്ലാറ്റിനും ഒരു അശ്രദ്ധ.
നീ ഇവിടെ ഒന്നും അല്ലേ? മാപ്പ് തരണം. ഇയാളെ ഞാൻ അതിനൊന്നും ചെയ്തില്ലല്ലോ. തന്നിരിക്കുന്നു. എന്താ? മാപ്പ്. മാപ്പോ? മാപ്പല്ല, ആപ്പ്. ആപ്പ് ആപ്കി കസം കണ്ടിട്ടില്ലേ? കുഞ്ഞുട്ടേട്ടോ, മരുമോന് എവിടെയോ ഒരക്ഷര പശുക്ക് കാണുന്നുണ്ടാ. എടാ, അവന്റെ ഒരക്ഷരല്ലേ പശയിട്ടുള്ളൂ, നിന്റെ 3 അക്ഷരം പശ കിടക്കുക. 3 അക്ഷരം? കുരുത്തം. ഇതുപോലൊരാൾ എന്റെ വീടിന്റെ അടുത്തുണ്ട്. ചെവിയിൽ എപ്പോഴും ഒരു പൂ വെച്ചുണ്ടാവും, ചെമ്പരത്തിപ്പൂ. എടാ, നിന്റെ വീടിനടുത്തുള്ള ഒരാളെന്ന് പറയേണ്ട കാര്യമില്ല, നിന്റെ വീട്ടിലുള്ള ഒരാള് എന്ന് പറഞ്ഞാ പോരെ. അതാരാ? നിന്റെ അച്ഛൻ. ചന്ദ്രൻ നായർ തന്നതാ. വേറെയും ചില സാധനങ്ങളുണ്ട്. ചന്ദ്രേട്ടൻ വന്നോ? കുട്ടി അറിഞ്ഞില്ലേ? വന്നു. 1 മണിക്കൂറായി. എല്ലാം കൂടി കൊണ്ടുവന്ന ലഗേജ് ഒരുപാടാകുമല്ലോ എന്ന് കരുതിയാ. ഇത് ഞാൻ നിനക്ക് സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവരും. എവിടെ നോക്കട്ടെ? മോനച്ഛൻ വേറെ വാങ്ങിത്തരാം. എന്താ മിനിക്കുട്ടി? ഇവൻ ആള് മഹാകുസൃതിയാ. ഓ, ഇപ്പൊ ചിരിക്കണം. 5 കൊല്ലായിട്ട് മോൻ വെളുത്താണോ കറുത്താണോന്ന് പോലും തിരിഞ്ഞു നോക്കാത്ത ആള്. ഓ, എന്റെ മോൻ എങ്ങനെ ഇരിക്കുന്നു എന്ന് എനിക്ക് നല്ല പോലെ അറിയാം. ലതകുട്ടാ, മോൻ ചേച്ചിയുടെ കൂടെ പോയി കളിച്ചോട്ടോ. നീ എനിക്ക് എല്ലാ കൊല്ലം ഫോട്ടോ വെച്ച് തരാറുണ്ടല്ലോ. മോൻ മാത്രമല്ലല്ലോ, ഒരു ഭാര്യ ഇവിടെ ജീവിച്ചിരിക്കണ്ടല്ലോ. അപ്പൊ ഞാനവിടെ സുഖിച്ച് കഴിയാന്നാ നിന്റെ വിചാരം? ചന്ദ്രേട്ടാ, ഞാൻ പേരെ പേരിക്കായിരുന്നു. ഇത് നമ്മുടെ രാധയല്ലേ? നൂല് പോലെ ഇരുന്ന പെണ്ണ് കയറി അങ്ങ് വളർന്നു പോയല്ലോ. ചന്ദ്രേട്ട ഇപ്പൊ ഒരു കിളവനായി. പോയി അവിടുന്ന്. കണക്കിന് ദിവാകരൻ ഇവിടുന്ന് മാറണ്ടാവില്ല. നീ ആ സാധനങ്ങളൊക്കെ അകത്തുകൊണ്ട് വെച്ചേ. ഞാൻ ആരുടെ സ്വർഗത്തിലെ കട്ടുറുപ്പ് ആവണില്ലപ്പാ. എങ്ങനെയുണ്ട് ഇവളിപ്പോ? അല്ല, ഈ പ്രായത്തിന് പെശകാണേ. അവള് പാവ. ഇഷ്ടമായി? അയ്യേ, ഇതെന്താ പുരട്ടി വെച്ചിരിക്കുന്നേ? കഴുത. വേണ്ട, 1 മാസത്തേക്കുള്ളതുണ്ട്. അപ്പൊ അപ്പേച്ചോട് ചോദിച്ച് പഠിക്കേ. നോക്കി, വളരെ കോസ്റ്റ്ലിയാ. ഇനിയുണ്ട് ചിലതൊക്കെ എന്റെ പെട്ടിയില്, ഞാൻ തരാം. എങ്ങനെയുണ്ട്? നല്ല സ്മെല്ല. എന്തൊരു മുഖത്ത് കാട്ടി വെച്ചിരിക്കണേ. ഞാനും അത് പറയായിരുന്നു. നേരെ എത്രയെന്ന് വെച്ചാ കിടക്കണ്ടേ? അപ്പോ ഇന്ന് പോലെ പപ്പേച്ചിയുടെ മുറിന്ന് ഇവൾ ഔട്ട്. ചില ഒച്ചയും വേളമൊക്കെ കേക്ക്, മൈൻഡ് ചെയ്യണ്ട. ഈ ചന്ദ്രേട്ട എന്താണ്? കുറ്റടിയാണോ? കണ്ടിട്ട് എന്ത് തോന്നുന്നു? കണ്ടിട്ട് ഗാനമേള എങ്ങനെ ഉണ്ടായിരുന്നു? ഗാനമേള വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പത്മിനിയേച്ചിയുടെ ഭർത്താവ് വന്നിട്ടുണ്ടല്ലേ? എങ്ങനെ മനസ്സിലായി?
അതൊക്കെ മനസ്സിലായി. ആളത്ര ശരിപ്പുള്ളി അല്ലല്ലേ? ആര് പറഞ്ഞു? ഇതൊക്കെ ആരെങ്കിലും പറയണോ? ഉണ്ണിയെ കണ്ടാൽ അറിഞ്ഞൂടെ ഊരിലെ പഞ്ഞം. ഏതായാലും ഒന്ന് സൂക്ഷിച്ചോളൂ. അയ്യോ, ചന്ദ്രേട്ടൻ നല്ല ആളാ, എന്നെ വലിയ ഇഷ്ടാ. ആ, ഇഷ്ടമൊക്കെ ശരി, പക്ഷേ എനിക്ക് അത്ര ഇഷ്ടായില്ല. അതുകൊണ്ട് കുട്ടി മാത്രം ഇഷ്ടപ്പെടുന്നു വേണ്ട. ആരാ രാധേ? ഇവിടെ പണിക്ക് വന്ന് ആശാരിയാണ്. ഈ ആശാരിമാർക്കൊക്കെ ഇപ്പൊ യൂണിഫോം ഉണ്ടോ? ഞാനൊരു ഗാനമേള കഴിഞ്ഞ് പറഞ്ഞ വഴിയാ. നേരം വൈകണ്ടെന്ന് വെച്ച് നേരെ ഇങ്ങോട്ട് പോന്നു. ജൂനിയർ യേശുദാസാ. ഓ, അതാണല്ലേ ഈ വൈറ്റ് ആൻഡ് വൈറ്റ്. ജൂനിയർ യേശുദാസ് ചെല്ല്. ഈ വീട്ടിൽ പണിക്ക് വരുന്ന ആശാരിമാരോടൊന്നും ഇത്ര ചിരിയും കളിയൊന്നും വേണ്ട. ഇതങ്ങ് വലിയ എന്തിനാ? എനിക്ക് നക്കി നക്കിയിരിക്കാൻ വയ്യ. ഒഴിച്ച വിഴുകണം. മതി കഴിഞ്ഞത്, വീട്ടിൽ പോ നോക്ക്. ഞാൻ പോണില്ല. എന്ത് നീ കുടിച്ചു എന്ന് വെച്ചാൽ നിന്റെ തന്റെ പോലെ നാരയൊന്നും ആവില്ല. ചന്ദ്രനോട് പറഞ്ഞ് മനസ്സിലായോ? ചന്ദ്രന, നീ ആളൊരു ഭാഗ്യവാനാടാ. എനിക്ക് ഭാഗ്യത്തിന് ഒരു കുറവുമില്ല. അന്തസ്സായി പണിയെടുക്കുന്നുണ്ട്. ഇപ്പൊ വീട് നന്നാക്കി കരണ്ടിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് കുമ്മായം തേക്കണം, ശിവൻ ഇടണം. പിന്നെ എന്താ എന്താ സാവകാശം മതിയിടാ. അവക്ക് 18 വയസ്സല്ലേ ആയിട്ടുള്ളൂ. എടേ, ആശാരിമാരുണ്ടായിരുന്നപ്പോ ഒരു രസായിരുന്നു ഇല്ലേ ഉപ്പച്ചി? രസം. നീ കറിക്ക് എന്തൊക്കെയാ നോക്ക്. ചന്ദ്രേട്ടൻ ഉണ്ണാൻ വരുമ്പോ കൂടെ 1-2 പേരുണ്ടാവും. എന്തുണ്ടാക്കാനാ? അമ്മേ, അമ്മേ വാ, ഒരു സൂത്രം കാട്ടിത്തരാം. എന്താ മോളെ? വരുന്നേ, രാത്രിയും വാ. എനിക്ക് വേണ്ട നിന്റെ സൂത്രം. ഇപ്പൊ കാട്ടിത്തരാട്ടോ. കണ്ടോ? മതി, എനിക്കൊരു തലവേദന. ഒന്ന് കിടക്കട്ടെ. ഇനിയും കൊറേ ഉണ്ടമ്മേ. ഇറങ്ങി പോടി അവിടുന്ന്. തള്ളേ, പാരത്തള്ളേ. ഈ തള്ളയുടെ ചെവി പൊട്ടിപ്പോയോ? പാരത്തള്ളേ. പത്നിയോ? ഇത് വലിയ അതിശയായി പോയല്ലോ. അമ്മ എങ്ങനെയൊക്കെയാ വിളിക്കണേ? പിന്നെ ഈ തള്ളേനെന്താ തമ്പുരാട്ടിന്ന് ഈ വിളിക്കണം? കൊച്ചോടെ നിൽക്കണ്ട്. എന്നെ കൂടെ ഒന്ന് പറയിക്കണ്ട. കണ്ണടയാണവരല്ലേ വിളിക്കുള്ളൂ. അതിന് ഇനി വലിയ താമസമില്ല. അപ്പൊ ഡെയിലി കണ്ണടയ്ക്കാണ്ട് ഉറങ്ങണേ. വെട്ടിത്തിളപ്പിച്ച് കുടിക്കേ. മാസത്തിൽ ഒരു ആടുതല വിഴുങ്ങില്ലെങ്കിൽ നടുവ് പൊങ്ങില്ലാന്ന് സൂത്ര. ചേച്ചത്തിനെ പറയണ്ട, മാറി. സൂത്രാടാ. വെറുതെ ആണോ നിന്റെ തല കണ്ടപ്പോഴേക്കും പണ്ടാണ് തല കുറച്ചത്? പണ്ടക്കാലം എന്തിനാടാ വെറുതെ? ഇതൊക്കെ ഒരു രസമാ. പത്നി ചിരിക്കേ. ഞാൻ ആ കുളത്തിലൊന്ന് മുങ്ങിട്ടു. ഏയ്, എനിക്ക് ഉടനെ പോണം. ഞാൻ എന്തിനാ വന്നെന്നറിയോ? വേറെ പണി ഉടനെ തുടങ്ങുന്നുണ്ടാവും. അതെ, അതിനു മുൻപ് ഒരു കടമയും കൂടി തീർത്തു വിടണമെന്നാ ചന്ദ്രേട്ടന്. എന്നാലേ എനിക്ക് സമാധാനം ആവുള്ളൂ. രാധയുടെ കല്യാണം. അതിന് അവക്കൊരു 10-21 വയസ്സായിട്ട് മതിയെന്നാണല്ലോ പത്നിയേച്ചി പറഞ്ഞിരുന്നത്. അതെ, പക്ഷേ
ഞാൻ ആലോചിച്ചപ്പോ ചന്ദ്രേട്ടനുള്ളതുകൊണ്ട് എനിക്കൊരു കൂട്ടിന് ആവശ്യമില്ല. നിന്റെ വയസ്സ് കൂടുതല്ലേ, നിന്റെ അമ്മ അതന്നെ പറയണേ. അമ്മ പറഞ്ഞൊന്നും കാര്യമാക്കണ്ട കേട്ടോ. അതല്ല, അവർക്കും ഇല്ലേടെ ആഗ്രഹങ്ങള്, നിന്റെ ഒരു കുട്ടി എടുക്കണമെന്നും കൊഞ്ചിക്കണമെന്നൊക്കെ. പെട്ടെന്നോ? വേറൊന്നും പറയണ്ട. വീട് നന്നാക്കണമെങ്കിലോ കല്യാണ ചെലവിനോ അവൾക്ക് വേണ്ട സ്വർണ്ണ തുണിയോ ഒക്കെ ഞാൻ നോക്കിക്കോളാം. അവൾക്ക് എത്ര കൊടുത്താലും നിന്റെ കടം തീരില്ല. എനിക്ക് ഈ ലോകത്ത് ബന്ധമെന്ന് പറയാൻ ഒരേട്ടൻ മാത്രമേ ഉള്ളൂ. അവരൊന്നും തിരിഞ്ഞു നോക്കാറോടില്ല. രാധ എന്റെ സ്വന്തം അനിയത്തിക്കുട്ടി തന്നെയാ. കൊടുക്കുന്നതിലൊന്നും എനിക്ക് വിരോധം ഉണ്ടായിട്ടില്ല. പക്ഷെ എനിക്ക് മനസ്സിലാകുന്നില്ല, ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു ആലോചന. പെട്ടെന്നുള്ള ആലോചനയൊന്നും അല്ലല്ലോ. പണ്ടേ അവൻ കെട്ടാനിരുന്ന പെണ്ണ് തന്നെയല്ലേ? അതെ, എന്നാലും പെരപണിയാണെങ്കിൽ തുടങ്ങാൻ പോണു. അതിനിടയില് അവളിവിടെ ഇല്ലാണ്ടായാല്. അവളല്ലല്ലോ പെരപണിയണത്. അടുക്കളപ്പണിക്ക് ഞാനൊരാളെ കണ്ടുവച്ചിട്ടുണ്ട്. ആരെ? ആരായാലും എന്താ, പണിക്ക് ആളുണ്ടായ പോരെ. വല്ലതും വായിച്ചു പിടിച്ച് തിന്നണ്ടടി. അങ്ങനെ രുചി പിടിക്കണ്ട. ഇത്രയും നാളും തിന്നുകൊണ്ടിരുന്നത് രാധ വെച്ച് വിളമ്പിയതല്ലോ. നീ എന്തൊന്നും പറയാത്തെ? മനസ്സിൽ എന്താന്ന് വെച്ചാ പറയേ. ഒന്നുമില്ല, 2-3 കൊല്ലം കൂടി കഴിഞ്ഞിട്ട്. അവനിപ്പോ പ്രായം എന്തായെന്ന വിചാരം? എത്ര നാളെന്ന് വെച്ചാ അവൻ കാത്തിരിക്കുക? അവന് മനസ്സിലാക്കണ്ട നീ. അതിന് നീ കരയണ എന്തിനാ? പാപ്പേച്ചിക്ക് മനസ്സിലാവും. എത്ര അടുപ്പുണ്ടെങ്കിലും കല്യാണം എന്നൊക്കെ പറയുമ്പോ ഏതൊരു പെൺകുട്ടിക്കും ഉണ്ടാവും പേടി. നിന്നെ അവൻ പൊന്നുപോലെ നോക്കിയോളും. ഇങ്ങനെ കരയാൻ അവൻ ഒരിക്കലും ഇടവരുത്തില്ല. എന്തേ കരയാവള്? എന്റെ പത്മിനി, വെറുതെ അവളെ എന്തിനാ നിർബന്ധിച്ച് സമ്മതിപ്പിക്കുന്നേ? കല്യാണം എന്നൊക്കെ പറഞ്ഞ ഓരോരുത്തരുടെ ഇഷ്ടാ. അതിനവൾക്ക് ഇഷ്ടക്കേടൊന്നുമില്ല. ആ, ഞാൻ കാലിക്കറ്റ് പോയിട്ട് ചിലപ്പോ ഒരു ഇത്തിരി ലേറ്റ് ആവും. ആ കോൺട്രാക്ടർ ഒന്ന് കണ്ടിട്ട് വരൂ. രാധേ, രാധേ, പപ്പേച്ചി കിടന്നു. 10 മണി വരെ കാത്തു. ആ വെള്ളം തന്നെ. നിന്റെ കൈ കൊണ്ട് തന്നിട്ടാന്ന് തോന്നുന്നു. നല്ല മധുരം. നിനക്കെന്താടി ഒരു വിഷാദം? നിനക്കിഷ്ടമില്ലെങ്കിൽ അവനെ കെട്ടുമെന്ന് പറഞ്ഞിട്ടോ. ശരിക്കും പറഞ്ഞ ഒരു ചേർച്ചയില്ല. കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെയാവും. നീ വിഷമിക്കൊന്നും വേണ്ട, അവൻ പോട്ടടി. ഈ ചന്ദ്രേട്ടനുള്ളിടത്തോളം കാലം നിനക്ക് ഒന്നിനും ഒരു കുറവുണ്ടാവില്ല. രാജകുമാരിയെ പോലെ നിനക്ക് ഇവിടെ ജീവിക്കാം. ചന്ദ്രേട്ടൻ പോയി കുളിച്ച് ഊണ് കഴിക്കാൻ നോക്ക്. ഞാനും ഉണ്ടു. ഇനി ഒന്ന് കിടന്നാ മതി. ലൈറ്റ് ഓഫാക്കണ്ട. ഇനിയിപ്പോ നീ എന്തിനാ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നേ? വാ, നമുക്ക് കിടക്കാം. ചന്ദ്രേട്ടാ, ഞാൻ കാണില്ലേ ഉച്ചയ്ക്ക് നന്നായിട്ട് വെള്ളം പറ്റില്ലേ? നീ അത്ര ശരിയാവില്ല. എന്നെ കണ്ടവള് വല്ലാതെ പേടിച്ചു, പാവം. ആ, പെരവണി അടുത്ത ആഴ്ച തുടങ്ങാൻ കേട്ടോ. ഞാനൊന്ന് കുടിക്കട്ടെ, വല്ലാത്ത വിശപ്പ്. അതിനും മാത്രം ഇവിടെ എന്താ ഉണ്ടായ പത്മിനി ഇപ്പോ? ദേ, നമ്മൾ വെറുതെ സംസാരിച്ച് വഷളാക്കണ്ട. ഒന്നും ഉണ്ടായിട്ടില്ല, സമ്മതിക്കണു. പോരെ? പിന്നെ എന്തിനാ അവളെ ഇപ്പൊ പറഞ്ഞേക്കണേ? അവൾക്ക് പോണം.
20,000 രൂപയും 10 പവന്റെ ആഭരണവും ഞാൻ കൊടുക്കുന്നുണ്ട്. ഭയങ്കര ക്രൂര